നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. SFIക്കെതിരെയുള്ള ആരോപണങ്ങൾ, വിമർശനങ്ങൾ ഇതിനൊക്കെ മറുപടിയുമായി SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ രംഗത്ത് വന്നിരിക്കുകയാണ്. SFIക്കെതിരെ വ്യാജ വാർത്തകൾ ചമയ്ക്കുന്ന മാധ്യമങ്ങളെ SFIക്ക് സ്വാധീനമുള്ള ക്യാമ്പസുകളിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ആർഷോ. ഏതെങ്കിലും ഒരു കോളേജിൽ ഇടിമുറിയുണ്ടെന്ന് കണ്ടെത്താൻ മാധ്യമങ്ങളെ സ്വാഗതം ചെയ്യുകയാണെന്ന് ആർഷോ പറഞ്ഞു. ഇടിമുറികളിലൂടെയല്ല SFI വളർന്നു വന്നത്. മാനേജ്മെന്റുകൾ തീർത്ത ഇടിമുറികൾ പൊളിക്കാൻ നേതൃത്വം കൊടുത്ത സംഘടനയാണ് SFIയുടേതെന്നും ആർഷോ പറഞ്ഞു. സംഘടനാ പ്രവർത്തനത്തിനിടയിൽ 35 പ്രവർത്തകർ നഷ്ടപ്പെട്ട സംഘടനയാണ് SFI. നേതാക്കൾ കൊല്ലപ്പെടുമ്പോൾ ഇരന്നു വാങ്ങിയതാണ് എന്നാണ് പറയുന്നത്. കൊലപാതകത്തെ തള്ളിപ്പറയാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? കോൺഗ്രസിനും KSUവിനും മാധ്യമങ്ങൾ വലിയ പ്രിവിലേജ് നൽകുന്നുണ്ട് എന്നും ആർഷോ ആരോപിച്ചു. പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിലെ റിപ്പോർട്ട് എന്തുകൊണ്ട് മാധ്യമങ്ങൾ നൽകിയില്ല? റിപ്പോർട്ടിലെ കണ്ടെത്തൽ നാട് അറിയണ്ടേ എന്നും ആർഷോ ചോദിച്ചു. പൂക്കോട് സർവകലാശാലയിലെ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം വിദ്യാർത്ഥികൾ SFI മനസ്സിലാക്കിയതുകൊണ്ടാണ്. എന്നാൽ സർവകലാശാലകളിലെ ഗവർണറുടെ ഇടപെടലിനെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്നും ആർഷോ വ്യക്തമാക്കി. ജനാധിപത്യ രീതിയിലല്ല ഗവർണറുടെ ഇടപെടൽ നടക്കുന്നതെന്നും ആർഷോ പ്രതികരിച്ചു. വിമർശനങ്ങളെ SFI സ്വാഗതം ചെയ്യുന്നുവെന്നും ഒരു പ്രസംഗത്തിലെ തെറ്റായ പ്രയോഗം പോലും തിരുത്താൻ തയ്യാറാവുകയാണെന്നും ആർഷോ വ്യക്തമാക്കി. കൊയിലാണ്ടിയിലെ SFI ഏരിയ സെക്രട്ടറിയുടെ പ്രസംഗത്തിലെ പ്രയോഗങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു. പരാമർശത്തിലെ പിശക് ഗൗരവമായി പരിശോധിക്കുമെന്നും ആർഷോ പറഞ്ഞു. ഏരിയ പ്രസിഡന്റിന്റെ ചെവി ഗുരുദേവ കോളേജിലെ അധ്യാപകൻ അടിച്ചു പൊളിക്കുകയായിരുന്നുവെന്നും കേൾവി നഷ്ടമായെന്നും അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല എന്നും ആർഷോ പറഞ്ഞു. ഇപ്പോൾ പുറത്തുവന്ന ദൃശ്യങ്ങൾക്ക് മുമ്പെയുള്ള ദൃശ്യങ്ങൾ പുറത്തുവിടാൻ കോളേജ് തയ്യാറാകണം. SFI പ്രസിഡന്റിനെയാണ് ആദ്യം അധ്യാപകൻ ആക്രമിച്ചതെന്നും ആർഷോ വ്യക്തമാക്കി. സിദ്ധാർത്ഥന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിവാദത്തിലേക്ക് അനാവശ്യമായി SFI വലിച്ചിഴയ്ക്കുകയായിരുന്നു. 3 പ്രവർത്തകർ പ്രതിയായി. അവരെ SFI പുറത്താക്കി. CBI റിപ്പോർട്ട് വന്നിരുന്നു. അതിലെ വിശദാംശങ്ങൾ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തതെന്നും ആർഷോ ചോദിച്ചു. അതേസമയം ഈയിടെയായി SFI പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം SFI അനുകൂലിച്ച് മുഖ്യമന്ത്രി പരാമർശം നടത്തിയിരുന്നു. ഇപ്പോൾ ഇതാ മുതിർന്ന നേതാവ് AK ബാലനും SFI അനുകൂലിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. വഴിയിൽ കെട്ടിയ ചെണ്ടയല്ല SFIയും CPM-ഉം എന്നാണ് മുതിർന്ന നേതാവ് AK ബാലൻ പ്രതികരിച്ചത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ CPM SFI വിമർശനത്തിനാണ് ബാലന്റെ മറുപടി. SFIയുടെ രക്തം കുടിക്കാൻ അനുവദിക്കില്ല. മുന്നണികളിലുള്ള ആളായാലും പുറത്തുള്ള ആളായാലും ശരി, ഒരു വിദ്യാർത്ഥി സംഘടനയെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സമ്മതിക്കില്ലെന്നും ബാലൻ പറഞ്ഞു. SFIയെ വളർത്തിയത് ഞങ്ങളാണ്. SFIയെ സംബന്ധിച്ചിടത്തോളം തിരുത്തേണ്ടത് തിരുത്താൻ ആ സംഘടനയ്ക്ക് കഴിയും. SFIയുടെ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും പിശകുണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കും. കോൺഗ്രസ് ഒരു കൂടോത്ര പാർട്ടിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കോൺഗ്രസ് ഒരു കൂടോത്ര പാർട്ടിയായി മാറി. കേരള കൂടോത്ര പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം പരിഹസിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.